ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ 2.5 പതിറ്റാണ്ടിന് ശേഷം ബിജെപി അധികാരത്തിലേക്ക്. ബിജെപിക്ക് 48ഉം എഎപിക്ക് 22 സീറ്റുകളിലും ജയം. മൂന്നാം തവണയും സീറ്റില്ലാതെ കോൺഗ്രസ്. ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. ഗവേഷണ ഫലങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാകുന്നതിന് സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ ലാബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കം. കേരള രാജ്യാന്തര ഊർജ്ജമേളയുടെ 2ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം. 38ാമത് ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഇന്ന് 3 വെങ്കലം. മെഡൽ പട്ടികയിൽ സർവീസസ് ആധിപത്യം തുടരുന്നു. 130ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ ബിജെപി അധികാരത്തിലേക്ക്. 70 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി 48 സീറ്റിലും ആം ആദ്മി പാർട്ടി 22 സീറ്റിലും വിജയിച്ചു. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലേന വിജയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനങ്ങളുടെ ശക്തിയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അഴിമതിക്കെതിരെയുള്ള ജനവിധിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അഴിമതിക്കെതിരെ കേരളവും ഇതുപോലെ വിധിയെഴുതാൻ തയ്യാറാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ വൻ വിജയം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഡൽഹിയിൽ ബിജെപി അധികാരത്തിൽ എത്തിയത് കോൺഗ്രസിന്റെ സ്വയം ഇല്ലാതാക്കുക എന്ന നിലപാട് കൊണ്ടാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസിന് ഡൽഹിയിൽ തിരിച്ചടിയായത് INDI മുന്നണിയിലെ ഭിന്നിപ്പാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 200 കോടി രൂപയാണ് ലാബ് സ്ഥാപിക്കുന്നതിനുള്ള ചെലവ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രധാന സംഭാവന നൽകാൻ ശാസ്ത്ര കോൺഗ്രസിന് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഈ വർഷത്തെ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്ത് കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്വന്തമായ AI എഞ്ചിൻ ഈ വർഷം തയ്യാറാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുടെ സംസ്ഥാന ക്യാമ്പിന്റെ ഉദ്ഘാടനവും സ്കൂളുകളിൽ കൈറ്റിന്റെ റോബോട്ടിക് കിറ്റുകൾ വിന്യസിച്ചതിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയം അറിവ് കണ്ടെത്തുന്നതിനും പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടായ്മയിലൂടെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ അധ്യാപകരെയും കുട്ടികളെയും സഹായിക്കുന്നതിനാണ് ICT ഉപകരണങ്ങൾ സ്കൂളുകളിൽ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പുതിയ സാങ്കേതികവിദ്യയുടെ ക്ലാസ് റൂം പ്രയോഗത്തിലൂടെ അത്യാവശ്യമായി വരികയാണ്. സാങ്കേതിക രംഗത്ത് ലോകത്ത് അനുനിമിഷം മാറ്റങ്ങളെ കുട്ടികളാണ് ആദ്യം ഉൾക്കൊള്ളുന്നത്. അറിവ് സ്കൂളിലും പൊതുസമൂഹത്തിനും ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ലിറ്റിൽ കൈറ്റ്സ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനത്തിന് അവസരം ഒരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു. കേരള രാജ്യാന്തര ഊർജ്ജമേളയുടെ 2ാം പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും. തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് മേള നടക്കുന്നത്. 2024ൽ ആരംഭിച്ച രാജ്യാന്തര ഊർജ്ജമേളയുടെ 2ാം പതിപ്പാണിത്. ഡീകാർബണൈസിംഗ് കേരള എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. മേളയിൽ ഗ്രീൻ എക്സ്പോ, സെമിനാറുകൾ, പാനൽ ചർച്ചകൾ എന്നിവ നടന്നു. രാത്രിയാത്രാ നിരോധനവും വന്യമൃഗശല്യവും പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വയനാട് മാനന്തവാടി നിയോജക മണ്ഡല ബൂത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ സാധിക്കുമെന്നും ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തുമ്പമൺ
ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പാലക്കാട് എലപ്പുള്ളി മദ്യ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 38ാമത് ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഇന്ന് 3 വെങ്കലം. തായ്ക്കൊണ്ടോ പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ മനു ജോർജും ഡിസ്കസ് ത്രോയിൽ അലക്സ് പി തങ്കച്ചനും വെങ്കല മെഡൽ നേടി. തായ്ക്കൊണ്ടോ ബൂംസെ ഗ്രൂപ്പ് ഇനത്തിൽ കേരളത്തിന്റെ വനിതാ ടീം വെങ്കല മെഡൽ സ്വന്തമാക്കി. മെഡൽ പട്ടികയിൽ സർവീസസ് ആധിപത്യം തുടരുന്നു. ആലപ്പുഴ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന ജനകീയ പ്ലാസ്റ്റിക് മുക്ത വേമ്പനാട് ക്യാമ്പയിൻ ശ്രദ്ധേയമാകുന്നു. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ നിന്നായി 10 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. ശുചീകരണ യജ്ഞത്തിൽ 3000-ഓളം പേർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നേതൃത്വം നൽകുന്ന ഈ പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ സംഘടനകളും കോളേജ് വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും കണ്ണികളായി. വിവിധ കേന്ദ്രങ്ങളിൽ കായൽ സംരക്ഷണ റാലിയും സംഘടിപ്പിച്ചു. വലിയ ജനപങ്കാളിത്തമാണ് പരിപാടിക്ക് ലഭിക്കുന്നത്. 130ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. പമ്പ നദീതീരത്ത് ഈ മാസം 16 വരെയാണ് കൺവെൻഷൻ. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം കെഎസ്ആർടിസി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്കുശേഷം കേൾക്കാവുന്നതാണ്. മൂന്നാറിലെ പ്രകൃതി ഭംഗി ഇനി രാജകീയ പ്രൌഢിയോടെ ആസ്വദിക്കാം. കെഎസ്ആർടിസിയുടെ റോയൽ വ്യൂ ഡബിൾ ടക്കർ ബസ് സർവീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൌകര്യപ്രദമായി കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ അവസരമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെഎസ്ആർടിസി റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഒരുക്കിയിട്ടുള്ളത്. ഉള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ഈ ബസിന്റെ പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പകൽ സമയം ഒരു ദിവസം 4 സർവീസുകളാണ് ഡബിൾ ഡെക്കർ ബസിൽ ക്രമീകരിക്കുന്നത്. മൂന്നാറിലേക്ക് നിലവിൽ കെഎസ്ആർടിസി നടത്തുന്ന ഉല്ലാസയാത്രാ സർവീസുകളും സൈറ്റ് സീൻ സർവീസുകളും മികച്ച ജനപിന്തുണ നേടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിനൊപ്പമാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസും മൂന്നാറിൽ എത്തിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടന. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് WHO സാങ്കേതിക സഹായം നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കാസർകോട് ജില്ലാതല ഹിയറിംഗ് നടക്കും. നിശ്ചിത സമയപരിധിക്ക് മുമ്പായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിച്ചവർക്ക് മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കൊല്ലം ചാത്തന്നൂരിൽ ഡെറ്റ് ലാബ് തകർന്നു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ സ്വദേശി മനീഷയാണ് മരിച്ചത്. ഫോണിൽ സംസാരിച്ച് നിൽക്കവെയാണ് സ്ലാബ് തകർന്ന് മനീഷയും സുഹൃത്തും അപകടത്തിൽപ്പെട്ടത്. ഇരുവരും ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ദേശീയപാതയിലെ തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് ആലപ്പുഴ പാണാവള്ളി ഫെറിയിൽ നിന്നും തേവര ഫെറിയിലേക്കുള്ള പുതിയ യാത്രാ ബോട്ട് സർവീസ് തുടക്കമായി. അരൂക്കുറ്റി ബോട്ട് ടെർമിനലിൽ ദലീമ ജോജോ MLA ബോട്ട് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അരൂരിലെ ജനങ്ങളുടെ ദീർഘനാളത്തെ യാത്രാ ദുരിതങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് ഈ ബോട്ട് സർവീസ്. പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ 8ാം പതിപ്പ് തിങ്കളാഴ്ച. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്ന പരിപാടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഇതുവരെ 3.30 കോടിയിലധികം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ 2.5 പതിറ്റാണ്ടിന് ശേഷം ബിജെപി അധികാരത്തിലേക്ക്. ബിജെപിക്ക് 48ഉം എഎപിക്ക് 22 സീറ്റുകളിലും ജയം. 3ാം തവണയും സീറ്റില്ലാതെ കോൺഗ്രസ്. ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി.
ഗവേഷണ ഫലങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാകുന്നതിന് സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ ലാബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കം. കേരള രാജ്യാന്തര ഊർജ്ജമേളയുടെ 2ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് സമാപനം. 38ാമത് ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഇന്ന് 3 വെങ്കലം. മെഡൽ പട്ടികയിൽ സർവീസസ് ആധിപത്യം തുടരുന്നു. 130ാമത് മാരാമൺ കൺവെൻഷന് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.